ദി മിനിസ്ട്രി ഓഫ് യു ജെന്റിൽമാൻലി വാർഫെയർ, ഡയറക്റ്റഡ് ബൈ ഗായ് റിച്ചി. സിനിമ ഇഷ്ടപ്പെട്ടോ പറ്റില്ല എന്ന് പറയണ മുന്നേ ഈ സിനിമ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആ ഒരു സ്പൈ, ആക്ഷൻ, ഹിസ്റ്ററി അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ അത് ഒരു ബുക്ക് അഡാപ്റ്റേഷനാണ് ഈ സിനിമ. 2014 ഇറങ്ങിയ ഒരു ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. അപ്പോൾ ആ ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നടന്നിട്ടുള്ള, അത് ഹിറ്റ്ലറിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മിഷൻ ഉണ്ടായിരുന്നു, ഒരു അൺഓതറൈസ്ഡ് മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നെ എഴുത്തുകാരൻ്റെ കുറേ എന്താ പറയുക സാങ്കല്പിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ബുക്ക് തന്നെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ആ ബുക്കാണ് ഇത് ശരിക്കും സിനിമ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇത് ഓപ്പറേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മിഷൻ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഈ ഓപ്പറേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മിഷൻ്റെ ഹിറ്റ്ലറിൻ്റെ സമയത്തുള്ളതാണ്. അപ്പോൾ ആ സമയത്തുള്ള ഈ ഒരു മിഷൻ്റെ ഹെവിലി ഫിക്ഷനൈസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത്. കാരണം ഓപ്പറേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മിഷൻ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ബുക്കാകുമ്പോൾ തന്നെ അതിൽ തന്നെ കുറേ ഫിക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും പുറമെ കുറേ ഫിക്ഷനും ഉൾപ്പെടുത്തിയിട്ട്, അത് കുറേ ഫിക്ഷനും വിത്ത് കുറച്ച് ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടെ ഒരു മിക്സ് ചെയ്തിട്ട് വന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. സിനിമയുടെ പേരെന്തായാലും ഞാൻ പറഞ്ഞില്ല. ഈ ഒരു സിനിമ കാണാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൻറി കാവിലാണ്. ഹെൻറി കാവിലും പിന്നെ അലൻ റിച്ചറുണ്ട്. അലൻ റിച്ചറിൻ്റെ ഞാൻ ഇതിൻ്റെ മുന്നേ ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ജാക്ക് റീച്ചർ എന്ന് പറഞ്ഞൊരു അടിപൊളി വെബ് സീരീസ് ഉണ്ട്. ആ വെബ് സീരീസിലാണ് ഇദ്ദേഹത്തിനെ. പിന്നെ വേറെ ഞാൻ ഒരു കണ്ടിട്ടില്ല, ചിലപ്പോൾ ഞാൻ മുന്നേ കണ്ട് മറന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അതുണ്ടാവും. പക്ഷേ അത് ഈ ഹെൻറി കാവിലും ഇദ്ദേഹം കൂടെ ഈ അലൻ റിച്ചറും കൂടെ ഉള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഞാനിത് ശരിക്കും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അപ്പോൾ തന്നെ മനസ്സിലാവുക സിനിമ നല്ലൊരു സിനിമയാണ്. പക്ഷേ അത് ഗംഭീര സാധനം എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ബുക്ക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ സമയത്ത് അതിന് കുറേ ഫിക്ഷനും കാര്യങ്ങളും കയറ്റുമ്പോഴും അതിലിങ്ങനെ കുറച്ച് സ്ട്രെച്ച് ആയിട്ടൊക്കെയാണ് സിനിമ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നത് സ്ട്രെച്ച് ആവാന്നുള്ളതല്ല, കുറേ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സൂര്യൻ്റെ സിനിമ പോകുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ആക്ഷനൊക്കെ ഗംഭീര ആക്ഷൻ സീക്വൻസ് ആണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ കയ്യേറ്റുകളായിട്ട് ഇതിൽ കുറവാണ്. ഇതിൽ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെടിവെപ്പാണ്. വെടിവെപ്പ് ഒരു രസമുണ്ട്. പക്ഷേ എന്താ പറയുക, അതിൽ ഈ ഹെൻറി കാവിലൊക്കെ ഇങ്ങനെ ഒന്നും വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ തോക്കളെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഇങ്ങനെ തോക്ക് പിരിച്ച് പോണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അപ്പം അതിൻ്റെ പകരം കുറേ ഒളിഞ്ഞ് പാത്തിട്ടൊക്കെ വെടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇരുന്നേനെ. അത് ആ സ്റ്റെൽത്ത് മോഡിൽ കുറേ സംഭവങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കാവാത്ത എന്താ പറയുക കുറച്ചൊരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പോട്ടേന്ന് വെക്കാനുള്ളൂ. ഹെൻറി കാവിൻ്റെ മുട്ടാൻ ലുക്കുമാണ്, നല്ല പെർഫോമൻസ്. ഹെൻറി കാവിനെ അറിയാലോ, മീശൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല വിൻറ്റേജ് ലുക്കിലാണ് ഹെൻറി കാവിൽ വരുന്നത്. അലൻ റിച്ചറും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലുക്ക് ഹെൻറി കാവിൻ്റെ ലുക്ക് കിടിലൻ ലുക്കാണ്. അപ്പോൾ എനിക്ക് അസൂയില്ലാത്തൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് അപ്പോൾ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സിനിമ. ഈ ഒരു ബുക്കിൻ്റെ ഫിക്ഷനൈസ്ഡ് വെർഷനാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് തിയേറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഫുള്ള് പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പറ്റിയൊരു പിഴവ്. അതായത് ഇവിടെ റിലീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു നിഗമനം. ഇവിടെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല റിലീസ്. അപ്പോൾ അത് അങ്ങനെ കാണാനായിരുന്നു, മനസ്സിലായത്. ഇവിടെ റിലീസ് ചെയ്യാനായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ കുറേ ഇംഗ്ലീഷ് പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് റിലീസ് ആവേണ്ടതായിരുന്നു. അപ്പോൾ ആ സിനിമൻ്റെ കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഇതിന് മുന്നിറങ്ങിയപ്പോൾ ബ്രഹ്മയോഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് OTT ഇരുന്ന് കാണുന്നത് ഒരു പൊണ്ണാക്കും നിങ്ങൾക്ക് തോന്നില്ല. അതേപോലെ തന്നെ റോഷാക്ക്, അങ്ങനെ പല സിനിമകളും പ്രേമലോ ഒക്കെ തിയേറ്ററിൽ ചിരിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ OTT വന്നിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ 5 പൈസ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പല സിനിമകളും. അപ്പോൾ ഫുള്ള് പൊട്ടൻഷ്യൽ മനസ്സിലാവണമെങ്കിൽ ഇത് അവിടെ പോയി അടങ്ങിക്കണം. അപ്പോൾ ഇത് ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് ഫുള്ള് സംഭവം പറയണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ പോയി കാണണമെന്ന്. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് OTT-ലാണെന്നുണ്ടെങ്കിലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനത്തെ സിനിമ ആവും, ഇങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് മൂഡിൽ പോകുന്ന സിനിമ ആവും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സിനിമ ഇരുന്ന് കണ്ടത്. ഹെൻറി കാവിലിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പോൾ അതൊക്കെ കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് സിനിമ ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് അതിഗംഭീര സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ തിയേറ്ററിൽ പോകണമായിരുന്നു, പോകാത്തതുകൊണ്ട്. പക്ഷേ അപ്പോൾ OTT ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഫോണിൽ ഇരുന്നിട്ടാണ് കണ്ടത്. ഫോണിൽ ഇരുന്ന് കാണുന്ന സമയത്തും ഇതിന് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞൊരു വൈബ് തന്നെയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവർ പ്ലാൻ ചെയ്ത് കുറച്ച് സംഭവങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അത് അവിടുന്ന് എത്ര ഒരു ഏകദേശം 20-25 മിനിറ്റ് നിൽക്കാതെ ഷൂട്ടിങ്, അടി ഇടി വെടി പുക അങ്ങനെയാണ് പോണത്. അപ്പോൾ മൊത്തത്തിൽ എന്നെ പോരായ്മകൾ എന്ന് പറയുന്നത് ഈ ആക്ഷൻ സീക്വൻസിൽ തന്നെ അത് ഇവർ ഇങ്ങനെ കുറേ വെടി ഉണ്ടാവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൾക്ക് മാത്രം വെടിയുള്ളൂല. അങ്ങനത്തെ ഒരു നമ്മൾ കണ്ടുപടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇവരിങ്ങനെ നീച്ചിക്കും, നായകർക്ക് മാത്രം വെടിയുള്ളൂല. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് ഒരു സിനിമയിൽ വരും. പക്ഷേ അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കിയിരുന്നു. ഇപ്പോൾ കുറച്ച് സ്റ്റെൽത്ത് മോഡിൽ കുറേ ആക്ഷനൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഗംഭീരമാണ്. പക്ഷേ ഇങ്ങോട്ട് വെടിവെപ്പ് വരുമ്പോൾ ഒന്നും വിഷയമില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. അതായത് ഹെൻറി കാവിൽ ഇങ്ങനെ നീച്ചുകൂട്ടി അങ്ങനെ വെട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ, അപ്പോൾ ഇങ്ങനെ നീച്ചിക്കും. ഒരു ക്ലൈമാക്സിലൊക്കെ ബോട്ടിൻ്റെ അവിടെ നിന്ന് അപ്പോൾ പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക, എനിക്ക് മാത്രം തോന്നിയാണോന്ന് അറിയില്ല കേട്ടോ. അങ്ങനത്തെ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ തോന്നി. അഗൈൻ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയിൽ വിൻറ്റേജ് മ്യൂസിക്കൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിൻറ്റേജ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ OTT ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായി സിനിമ. ഞാൻ പറയാം ബോളിവുഡിൽ ദി ബെസ്റ്റ് മൂവി അങ്ങനൊന്നല്ല, പക്ഷേ സിനിമ എനിക്കിഷ്ടമായി. നല്ലൊരു സ്ലോ പേസിൽ പോണ അങ്ങനത്തെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നല്ലൊരു കിടിലൻ സിനിമ തന്നെയാണ് ഇത്. ഞാൻ സിനിമയുടെ പേര് പൊന്നു മക്കളെ ഞാൻ പറഞ്ഞില്ല.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസം എനിക്ക് വേണം. അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു ടേസ്റ്റ് ആണോ നോക്കുന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി സിനിമ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കുറച്ച് ഒരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ പെർഫോമൻസ് ആണ് ഞാൻ പറയാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൻറി കാവിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിരം പോലെ ഹെൻറി കാവിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അലൻ റിച്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേരറിയാത്ത 2 ആക്ടേഴ്സും കൂടി. പിന്നെ 4 ആളൊരു സ്ക്വാഡാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു പെണ്ണുണ്ട്. പെണ്ണിന് അഭിനയം സെറ്റാണ്. കിട്ടിങ്ങനെ നായകനെ നോക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഗംഭീരമായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ പക്കയാണ്. അറിയാലോ ഹോളിവുഡിൽ പെർഫോമൻസ് അങ്ങനെ അങ്ങോട്ട് പോകലില്ല. അതന്നെയാണ് മതി. അങ്ങനെ പോയിട്ടില്ല. ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി സിനിമ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് അഗിബ് ടോക്സ്. ശരി കാണാം.